ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 അരേ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് അരേ ആൻഡ് ഇറ്റ്സ് നീഡ്, ഡിക്ലറേഷൻ ഓഫ് അരേ, മെമ്മറി അലോക്കേഷൻ ഫോർ അരേസ്, അരേ ഇനിഷ്യലൈസേഷൻ, accessing elements of arrays, string handling using arrays, memory allocation for string, then input and output operations on strings. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അരേ എന്താണ്, അരയുടെ ആവശ്യം എന്താണ് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. വാട്ട് ഇസ് വേരിയബിൾ? എന്തിനാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്? വേരിയബിൾ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ എത്ര വാല്യൂസ് വേണം, നമ്മൾ അത്രയും വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യും. നമ്മളെ പ്രോഗ്രാമിൽ ഒരു വാല്യൂ മതി, നമുക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്താൽ മതി. നമ്മളെങ്കിൽ എത്ര വേരിയബിൾ ഡിക്ലെയർ ചെയ്യും? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. എക്സാമ്പിൾ, നമുക്ക് ഒരു വേരിയബിൾ വേണം, അല്ലെങ്കിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. എ എന്ന വാല്യൂവിൽ 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യും? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഇൻറ്റ് എ. ഇവിടെ എന്തോന്നാണ്? എ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. ദെൻ എയിൽ എത്ര വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും? എയിൽ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ, എ = 5. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാമിൽ 2 വാല്യൂസ് നമുക്ക് വേണം. എങ്കിൽ നമ്മൾ എത്ര വേരിയബിൾ ഡിക്ലെയർ ചെയ്യും? 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. നമ്മളെ പ്രോഗ്രാമിൽ 3 വാല്യൂസ് വേണമെങ്കിലോ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ 4 വാല്യൂസ് വേണമെങ്കിലോ നമ്മൾ 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. നമുക്ക് എത്ര വാല്യൂസ് വേണോ അത്രയും വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. കാരണം ഒരു വേരിയബിളിനകത്ത് നമുക്ക് ഒരു വാല്യൂ അറ്റ് എ ടൈമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സമയത്ത് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂവേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ 100 വാല്യൂസ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം. 100 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇവിടെയാണ് അരയുടെ ആവശ്യം വരുന്നത്. നമുക്കിപ്പോൾ എന്താണ് അരേ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അരയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. An array is a collection of elements of same type stored in continuous memory location. An array is a collection of elements of same type stored in continuous memory location. ഒരു അരേ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിൽ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരേ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ എലമെൻസിൻ്റെ കളക്ഷനാണ്. ഒന്നുകൂടെ പറയാം, അരേ എന്ന് പറഞ്ഞാൽ അരേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ്. ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ അതിലെ എലമെൻറ്റ്സ് എല്ലാം ഇൻറ്റിജർ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ക്യാരക്ടർ ആയിരിക്കണം. എല്ലാം ഇൻറ്റിജർ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിനെ മെമ്മറിയിൽ തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനുകൾ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കണം. അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിനെ മെമ്മറിയിൽ തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എല്ലാം ക്യാരക്ടർ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിനെ മെമ്മറിയിൽ തൊട്ടടുത്തുള്ള ലൊക്കേഷനുകൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമുക്കിവിടെ ഒരൊറ്റ അരേ യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 5, 10, 15, 20, 25 ഇങ്ങനെ 5 വാല്യൂസ് നമ്മളെ ഒരു പ്രോഗ്രാമിൽ വേണമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരൊറ്റ ഇൻറ്റിജർ അരയായിട്ട് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് ഈ 5 വാല്യൂസിനെ ഒരു അരയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യണം. നമ്മൾ എത്ര വേരിയബിൾ യൂസ് ചെയ്യണം? 5 വേരിയബിൾ യൂസ് ചെയ്യണം. പക്ഷെ ഒരു അര യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ അരയിൽ ഈ 5 ഇൻറ്റിജർ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. 5 ഫ്ലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്ലോട്ട് ആയിട്ടുള്ള ഒരു അര ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് ഈ 5 വാല്യൂസും കൊണ്ട് ആ അരയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. 5 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. വേരിയബിളാണ്, നമുക്ക് എത്ര വേരിയബിൾ വേണം? 5 വേരിയബിൾ വേണം. പക്ഷെ നമ്മൾ ഒരു അരയായിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരൊറ്റ അരയിൽ ഈ 5 ക്യാരക്ടേഴ്സ് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സെയിം ടൈപ്പ് ആയിരിക്കണം. നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന എലമെന്റ്സ് എന്തായിരിക്കണം? സെയിം ടൈപ്പ് ആയിരിക്കണം. ഒരു ഇൻറ്റിജറും ഒരു ക്യാരക്ടർ അങ്ങനെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ ഒരു ഫ്ലോട്ട് അങ്ങനെ പറ്റത്തില്ല. എല്ലാം എന്തോന്നായിരിക്കണം? ഒരേ ടൈപ്പ് ആയിരിക്കണം. ഒന്നുകൂടെ പറയാം, an array is a collection of elements of same type stored in continuous memory location. ഒരു അരേ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ
തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിൽ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരേ ടൈപ്പുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ്സിന്റെ കളക്ഷൻ. An array is a collection of elements of same type stored in continuous memory location. Okay, clear ആണോ? An array is a collection of elements of same type stored in continuous memory location. ഓക്കെ, നമുക്ക് അടുത്ത് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഡേറ്റ ടൈപ്പ് എഴുതും, ദെൻ വേരിയബിൾ നെയിം എഴുതും, സെമിക്കോളൻ ഇടും. ഇങ്ങനെയല്ലേ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? അതേപോലെ തന്നെയാണ് നമ്മൾ അറേയും ഡിക്ലെയർ ചെയ്യുന്നത്. അറേ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിൻടാക്സ് ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്, അതിനകത്ത് നമ്മൾ സൈസ് എഴുതും, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, സെമിക്കോളൻ. ഒന്നുകൂടെ ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ്, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്, സെമിക്കോളൻ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡ് സ്പേസ് ഇട്ടിട്ട് നം എന്ന് പറഞ്ഞൊരു അര ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ 5 കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? ഹിയർ നം എന്ന് പറഞ്ഞാൽ ഒരു അരയാണ്. നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അരയാണ്. ടു സ്റ്റോർ 5 ഇൻറ്റിജേഴ്സ്. അരയുടെ സൈസ് എത്രയാണ്? ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ സൈസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 5. ഇവിടെ അര എന്ന് പറഞ്ഞാൽ നമ്മാണ്, അരയുടെ പേര് നമ്മാണ്. അതിനകത്ത് 5 ഇൻറ്റിജേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കാം. ക്യാർ CH സ്ക്വയർ ബ്രാക്കറ്റ് എടുത്ത് 10 കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഏതാണ് അരേ നെയിം? CH അല്ലേ? CH ഈസ് ദ അരേ നെയിം. എന്തിനാണ് ഈ അരേ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ 10 ക്യാരക്ടേഴ്സ്. 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ക്യാർ CH10 എന്ന് പറയുന്ന അരേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? ഒന്നുകൂടെ പറയാണ്. ഇൻറ്റു നം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 5 എഴുതിയാൽ എന്താണ് അർത്ഥം? നം എന്ന് പറഞ്ഞാൽ ഒരു അരയാണ്, അതിനകത്ത് 5 ഇൻറ്റിജേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ക്യാർ CH10 എന്ന് പറഞ്ഞാൽ CH എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ടൈപ്പുള്ള അരയാണ്, അതിനകത്ത് 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് 2-3 എക്സാമ്പിളോട് നോക്കാം. അടുത്ത അറേ ഡിക്ലറേഷൻ ഓഫ് സ്കോർ ഓഫ് 100 സ്റ്റുഡൻസ്. ഓക്കെ, ഇവിടെ സ്കോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കോർ എന്തോന്നായിരിക്കും? സ്കോർ ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ സ്കോർ ഓഫ് 100 സ്റ്റുഡൻസ്. അപ്പോൾ എത്ര വാല്യൂസ് ഇവിടെ സ്റ്റോർ ചെയ്യണം? സൈസ് എത്രയാണ്? 100. അപ്പോൾ സൈസ് നമുക്ക് കിട്ടി 100. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിവിടെ സ്കോർ ആയതുകൊണ്ട് ഞാനിവിടെ അരയുടെ നെയിം സ്കോർ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം, സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം, മാർക്ക് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് അവിടെ അരേ നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ സിൻടാക്സ് എങ്ങനെ എഴുതും? ഡേറ്റ ടൈപ്പ് എന്നതാണ് ഇൻറ്റ്, ദെൻ സ്പേസ് ഇട്ടിട്ട് അരേ നെയിം എന്നതാണ് ഇവിടെ സ്കോർ, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 100. ദെൻ അടുത്ത എ ലിസ്റ്റ് ഓഫ് 10 ഇയേഴ്സ്. ഇവിടെ സൈസ് എത്രയാണ്? എത്ര ഇയേഴ്സ് വേണം? 10 അല്ലേ? അപ്പോൾ ഞാൻ ഇയേഴ്സ് എന്നൊന്നായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും സിൻടാക്സ്? ഇൻറ്റ് ഇയർ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10. ദെൻ അടുത്ത എക്സാമ്പിൾ എ ലിസ്റ്റ് ഓഫ് 30 റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് മീൻസ് എന്താണ്? റിയൽ നമ്പേഴ്സ് ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സ് അല്ലേ? ഓക്കെ, എ ലിസ്റ്റ് ഓഫ് 30 റിയൽ നമ്പേഴ്സ്. നമ്മൾ എങ്ങനെ എഴുതും? ഫ്ലോട്ട് നമ്പർ ആയതുകൊണ്ട് ഞാൻ നമ്മ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരേനെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അപ്പം ഫ്ലോട്ട് നമ്മ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ് എത്രയാണ്? 30. ഓക്കെ, അപ്പം മനസ്സിലായോ അരേ എന്താണ്? അരേ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? അരേ എന്ന് പറഞ്ഞാൽ അരേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ദെൻ അരയുടെ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്തോന്നാണ്? അരയുടെ ഡിക്ലറേഷൻ സിൻടാക്സ് ഡേറ്റ ടൈപ്പ്, അരേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ്, സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ ഒരു അരേ ഡിക്ലെയർ ചെയ്യുന്നത്.